അപ്പം നമ്മുടെ തമിഴ്നാട്ടിലുള്ള യാത്ര ചെയ്യുമ്പോഴുള്ള പ്രധാനപ്പെട്ട ഒരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യും അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞാൻ കണ്ട മറ്റൊരു പ്രത്യേകത എന്താ അറിയോ, ഇവിടെ പണക്കാരൻ പാവപ്പെട്ടവനൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഒരു വലിയൊരു പ്രത്യേകത ഈ നാട്ടിലുണ്ട്. നമ്മളിപ്പോൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിലുള്ളത്, ഇതിൽ സാധാരണക്കാരുണ്ട്, പൈസക്കാരുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, സ്ത്രീകളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇത് കണ്ടില്ല, അവർ നിലത്ത് പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഈ ട്രെയിനിൻ്റെ നിലത്തിരുന്നിട്ടൊക്കെ യാത്ര ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ അങ്ങനെ നമ്മളിങ്ങനെ കൂടുതൽ കാണാറില്ല. പിന്നെ കുറേ ദൂരത്തേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷേ തമിഴ്നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഇടൊന്നും അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഏതൊരു കാര്യത്തിനോടും അവരുടെ മൈൻഡ് ഫിറ്റാകും എന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത. ഇന്ത്യയിൽ തന്നെ ട്രെയിനിൻ്റെ യാത്ര ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ട്രെയിൻ യാത്ര ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. നമ്മൾ ഇതുപോലത്തെ ട്രാവൽസ് കുറേ നമ്മൾ ചെയ്തിടുന്നതാണ്. നമുക്കും ഇതുപോലെ ട്രെയിൻ യാത്ര ഭയങ്കര ഇഷ്ടമാണ്. ഇത് സമയം കിട്ടാത്തതുകൊണ്ടാണ്. ഇനി നിങ്ങൾ ആവശ്യപ്പെട്ടാണെങ്കിൽ നമ്മൾ സമയം കണ്ടെത്തി ചെയ്യുന്നതായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ചെയ്യും. അതിൽ ട്രെയിൻ യാത്ര, കപ്പൽ യാത്ര, ബോട്ട് യാത്ര. ചില ആളുകൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ഈ ഫാനുണ്ടല്ലോ, ഇതിൻ്റെ മുകളിൽ ഇരിക്കും. നമ്മൾ ഏറ്റവും മുകളിലുള്ള ഈ ബർത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ചെരുപ്പ് കഴിച്ചിട്ട് ഈ ഫാനിൻ്റെ മുകളിൽ വെക്കുന്ന എത്രയോ കാഴ്ച കണ്ടിട്ടുണ്ട്. ഫാനിങ്ങനെ കറങ്ങുമ്പോൾ ചെരുപ്പിൻ്റെ മുകളിലുള്ള ഫുള്ള് മണ്ണും ചെളിയും കച്ചറൊക്കെ എവിടെയൊക്കെ അവൻ നടന്നു വന്ന ചെരുപ്പായിരിക്കും അല്ലെ ഷൂ ആയിരിക്കും, അത് നേരെ താഴെയുള്ള ആളുകൾ തലയിലേക്ക് വെക്കും. പല ആളുകളും പല അവസരത്തിലും അങ്ങനെ ചില ആളുകളൊക്കെ വെക്കുന്ന കാണുന്നുണ്ട്. സത്യം പറഞ്ഞാൽ വളരെ മോശപ്പെട്ട ശീലമാണത്. ജസ്റ്റ് അത്തരത്തിലുള്ള അവസരങ്ങൾ പലപ്പോഴും കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചിരുന്നേ ഉള്ളൂ. അത്തരം ശീലം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പരമാവധി അത് ചെയ്യരുത്. അങ്ങേയറ്റം മോശമാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുക.